ഹലോ ഗായ്സ്, എപ്പിക്സ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യണത് നമ്മുടെ പുതിയ ഫ്രീ കാർഡായിട്ടുള്ള ആജി ഡിയോഫിൻ്റെ ഒരു റിവ്യൂ ആൻഡ് ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷൻ ആഡഡ് സ്കിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ തന്നെയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ ഞാനൊരു 6 മാച്ചസ് ടോട്ടലായിട്ട് ആളെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ട്. 6 മാച്ചസ് ചെയ്ത് ആൾ ടീമിന് വേണ്ടി ഒരു 8 ഗോളും 2 അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ആളുടെ കാർഡ് വരുന്നത് ലിവർപൂളിൻ്റെ കാർഡാണ്. ആൾ റൈറ്റ് ഫൂട്ടഡാണ്. 180 ഹൈറ്റും 21 വയസ്സാണ് ആൾക്ക് വരുന്നത്. കാർഡ് ടൈപ്പ് എപ്പിക്കാണ്. അതുപോലെ തന്നെ ഗോൾ പോച്ചറാണ് പ്ലേയിങ് സ്റ്റൈല്. പിന്നെ ആൾക്ക് വരുന്ന പ്ലേയിങ് സ്റ്റൈൽസ് മേസിങ് റണ്ണ്, സ്പീഡിങ് ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്കിൽസാണ് വരുന്നത്. നമ്മുടെ സ്റ്റാക്സ് നോക്കുമ്പോൾ ആൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് സ്റ്റാക്സ് കൊടുത്തിട്ടുണ്ട്. അറ്റാക്കിങ് അവെയർനെസ് 89 പോകുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഡ്രിബ്ലിങ് സ്റ്റാക്സും ഉണ്ട്. ഫിനിഷിങ് 89 ഉള്ളൂ. അതുപോലെ തന്നെ ആൾക്ക് സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നത് 94, ആക്സിലറേഷൻ 92 ആണ്. കിക്കിംഗ് പവർ വരുന്നത് ആൾക്ക് 88 ഉള്ളൂ. കിക്കിംഗ് പവറും ഫിനിഷിങ്ങും കുറവായതുകൊണ്ടും ആൾക്ക് വരുന്ന സ്പെഷ്യൽ സ്കില്ല് ഫിനോമിനൽ ഫിനിഷിങ് ആയതുകൊണ്ടും ഒരു ചെറിയൊരു പോരായ്മ നമുക്ക് തോന്നാം. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ 95 ഓവറോളും കിട്ടുന്നുണ്ട്. പിന്നെ ആൾക്ക് വരുന്ന ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എജിലിറ്റിയാണ് ആൾക്ക് വരുന്ന ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കൊടുത്തേക്കണ ബൂസ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്കാലിറ്റിയാണ്. ഞാൻ റാൻഡം ബൂസ്റ്റർ ടോക്കണാണ് കൊടുത്തേക്കണത്. പിന്നെ ആൾക്ക് വരുന്ന ആഡഡ് സ്കിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫിനോനിമൽ ഫിനിഷിങ്, ലോങ് റേഞ്ച് കർലർ, ആക്രോബാറ്റിക് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ആൾക്ക് പിൻ പോയിൻറ്റ് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിങ് ആയിട്ടും ആളെ കളിപ്പിക്കാനായിട്ട് പറ്റും. കളിപ്പിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് ആൾ പാസ് മൂവൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് ഓടിക്കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ കാർഡിൻ്റെ നിന്ന് കിട്ടത്തുള്ളൂ. അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സ്പീഡും ആക്സിലറേഷനൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്ക് ഒപ്പോണൻറ്റ് ഡിഫൻസിനെ മറികടന്ന് ഗോൾ സ്കോർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട്. ഫിസിക്കലി ആളെ നോക്കുകയാണെങ്കിൽ ആൾക്ക് അത്യാവശ്യം നല്ല ഫിസിക്കൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാലൻസും അത്യാവശ്യമുണ്ട്. പെട്ടെന്ന് ഉന്തിയാലൊന്നും ആളങ്ങനെ തെറിച്ച് പോവുക അങ്ങനത്തെ കുഴപ്പമൊന്നും ഈ ഒരു കാർഡിന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആളത്യാവശ്യം ഉന്തി കളിച്ച് നല്ല ബാലൻസ് ചെയ്തിട്ട് അടിക്കുന്ന ഒരു കാർഡ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആളിട്ട് കളിപ്പിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കുറച്ച് ബാക്ക് വലിഞ്ഞ് കളിക്കുന്ന പ്ലെയർ ആയതുകൊണ്ട് വേറൊരു CFൻ്റെ കൂടെ വേണം, അത്യാവശ്യം നല്ല ഓടിത്തരുന്ന CFൻ്റെ കൂടെ വേണം ഇട്ട് കളിപ്പിക്കാനായിട്ട്. ഞാൻ അങ്ങനെയാണ് കളിപ്പിച്ചത്. ഞാൻ യൂസ് ചെയ്ത ഫോർമേഷൻ എന്ന് പറയുന്നത് 4-2-2 ആണ്. അപ്പോൾ അതിലെനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി. പിന്നെ എനിക്ക് കളിപ്പിച്ച് നോക്കിയപ്പോൾ ഞാനാളെ ഡബിൾ ടച്ച് ഇല്ലാണ്ട് കളിപ്പിച്ച് നോക്കിയാൽ ഡബിൾ ടച്ച് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മാർസൽ ടേണും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഫേക്ക് ഷോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാസിങ് സ്കിൽസ് ആയിട്ടുള്ള 1 ടച്ച് പാസിങ്ങും ത്രൂ പാസിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാസിങ് ആട്രിബ്യൂട്ട്സ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റൈറ്റ് വിങ് ഫോർവേഡായിട്ട് കളിപ്പിച്ച് നോക്കിയപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആളെ കൊണ്ട് ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡബിൾ ടച്ച് മാർസൽ ടേണൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് ഡ്രിബിൾ ചെയ്ത് കളിക്കുകയാണ്. പിന്നെ തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻ പോയിൻറ്റ് ക്രോസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ക്രോസ് ചെയ്യുന്നതും ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ആൾക്ക് പറ്റിയ ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രഷൻ്റെ ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫിനിഷിംഗ് ഒക്കെ 90 ഓവറോളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഗൈസ്, വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ കാർഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നതുകൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.